യേശുവേ എന്നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൽ സ്നേഹിതനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാഥനേ, യേശുവേ എന്നാശയേ, യേശുവേ എൻ കാന്തനേ, നീയല്ലാതാശ വയ്പ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എന്നാശയേ, യേശുവേ എൻ കാന്തനേ, നിന്നെപ്പോൽ യോഗ്യനായി വേറെയാരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എന്നാഥനേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 19-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സ്വർഗ രാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് താൻ ആരാണെന്ന് ചോദിക്കുകയും യേശു ക്രിസ്തുവാണെന്ന് പത്രോസ് ഏറ്റുപറയുകയും ചെയ്തു. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ, മശിഹ. യേശു അന്ന് എവിടെയൊക്കെ നിന്നോ ആ സ്ഥലങ്ങളിൽ മാത്രം നിന്നെങ്കിൽ ഇന്ന് യേശു ക്രിസ്തുവായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അഭിഷേകം പകരുന്നവനായി, അഭിഷിക്തനായി നമുക്കായി നമ്മുടെ മധ്യേ ജീവിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യം 2-3 പേർ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിലുണ്ട്. വേദപുസ്തകത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു കാര്യം, മർമ്മം ഇതാണ്: ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇന്ന് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലിരിക്കുന്നു എന്നുള്ളതാണ്. യേശുവായിരുന്നപ്പോൾ ജഡത്തിൽ ജീവിച്ചെങ്കിൽ ഇന്ന് യേശു ജഡത്തിലല്ല. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് തിരസ്കരിക്കപ്പെട്ട ശരീരത്തോടിരിക്കുമ്പോൾ തന്നെ ആ ക്രിസ്തു, ആ അഭിഷിക്തൻ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഒരാൾ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരു മതം മാറുകയോ ഒരു മതത്തിൽ ചേരുകയല്ല, പകരം ക്രിസ്തു ഉള്ളിൽ വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി ആ വ്യക്തി മാറുകയാണ്. ദൈവ വചനപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ജയകരമായ ജീവിതം നയിക്കുന്ന ഒരാളായി മാറുകയാണ്. കാരണം ക്രിസ്തുവിൽ വചനം പറയുന്നു, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന പിതാവാണ്. ജയം തന്നിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശുമരണത്തിലൂടെ. മനുഷ്യനൊരിക്കലും ജയം പറ്റാത്തൊരു മേഖലയായിരുന്നു പാപം ചെയ്തിട്ട് ആ പാപമോചനം പ്രാപിക്കാൻ പറ്റാത്തത്. അതിൽ നിന്ന് മോചനം തരാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യേശു ഈ ഭൂമിയിൽ വന്നു, കാൽവറി യാഗമായി തൻ്റെ രക്തവുമായി പിതാവിൻ്റെ വലത്തു ഭാഗത്ത് പോയി ഇന്ന് ക്രിസ്തുവായി, അഭിഷിക്തനായി ഇന്ന് നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്നു. ശിഷ്യന്മാരോട് യേശു ക്രിസ്തു ചോദിക്കുകയാണ്, ഫിലിപ്പരുടെ കൈസഡ് പ്രദേശത്തെത്തിയ ശിഷ്യന്മാരോട്, ജനങ്ങൾ
മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റ് ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവായിരിക്കുകയാണ്, അഭിഷിക്തനായിരിക്കുന്ന ആൾ നീയാണ്. എന്നിട്ട് പറയാണെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി. ബൈബിളിലെ കാര്യങ്ങളൊന്നും നമുക്ക് സ്വയമേ വെളിപ്പെടുത്തില്ല. പിതാവ് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിലേ അത് പിടികിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അവർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നെയാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, ജഡരക്തങ്ങളിലോ അല്ല നിനക്ക് വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞപ്പോൾ നീ പത്രോസ് ആകുന്നു. എന്നിട്ട് പറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ പത്രോസ് പാറയാകുന്നു, പത്രോസിന് മേൽ സഭ പണിയുമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പത്രോസ് ഒരു വെളിപ്പാട് പറയുകയാണ്. അതെന്താണ് വെളിപ്പാട്? നീയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു അഭിഷിക്തൻ യേശുവാണ് എന്ന് തിരിച്ചറിയുകയും അത് പറയുകയും ചെയ്തപ്പോൾ ഈ വെളിപ്പാടിന്മേൽ യേശു ക്രിസ്തുവാകുന്നു. ക്രിസ്തു എന്ന പാറമേല സഭ അടിസ്ഥാനമിടും. അപ്പോൾ യേശു ക്രിസ്തുവിന്മേൽ ഈ ക്രിസ്തു എന്ന വെളിപ്പാടിന്മേൽ, യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടിന്മേൽ എന്ത് ചെയ്യുകയാണ്? ഞാൻ സഭയെ പണിയും. നിനക്ക് ഈ കിട്ടിയ വെളിപ്പാടാണത്. അതിലാണ് സഭ പണിയാൻ വന്നിട്ട് പറയാണ്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നിട്ട് പറയാണ്, സ്വർഗരാജ്യത്തിന് ഈ വെളിപ്പാട് ലഭിച്ചവർക്ക് ഒരു താക്കോലൂടെ ലഭിക്കുകയാണ്. യേശു ക്രിസ്തുവാണ്, യേശു അഭിഷിക്തനാണ്, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, സകല അധികാരമുള്ളവനാണ്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്നവനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവാന്നുള്ള ഈ വെളിപ്പാട് ലഭിക്കുന്ന ആളിൻ്റെ കയ്യിൽ എന്തോ കിട്ടുന്നേ? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവർ യേശുവിന് തരികയാണ്. എന്നിട്ട് പറയണം, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഈ യേശു ക്രിസ്തു എന്ന ആ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശ, ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞാനും നിങ്ങളും ജയാളികളായി മാറുകയാണ്. പല കാര്യങ്ങളും ഭൂമിയിൽ വെച്ച് കെട്ടപ്പെടും. അത് പല കാര്യങ്ങളിൽ നമ്മുടെ നാവ് കൊണ്ട് പറയുമ്പോൾ സ്വർഗത്തിൽ അഴിയുകയും ചെയ്യും. ഭൂമിയിൽ അത് ചെയ്യുമ്പോൾ അത് സ്വർഗത്തിലും മാറ്റം ഉണ്ടാകുമെന്ന് പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൽ 22-ാം അധ്യായം 22-ാമത്തെ വചനം പറയാണ്, ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. യേശു കർത്താവിനെ കുറിച്ച് പറയാണ്, അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല, അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറയാണ്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയണം, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി ആവുമ്പോൾ ആ അദ്ദേഹത്തിന് പാപം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. നമ്മൾ ഈ വിശ്വാസം മറ്റൊരാളോട് പറയുമ്പം അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവരും പാപക്ഷമ ലഭിച്ചവരായി മാറുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 18-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം ഇങ്ങനെ പറയാണ്,
നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടു, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുന്നു എങ്കിൽ ആ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വഹിക്കുന്ന വ്യക്തി ഞാനും നിങ്ങളുമാണ്. അപ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്താ? നമ്മൾ ഭൂമിയിൽ വെച്ച് കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഞാൻ ഇനിയും ഭൂമിയിൽ അഴിക്കുന്നത് അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എങ്ങനെ അഴിക്കുന്നത്? നമ്മുടെ നാവ് ഉപയോഗിച്ച് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് കൽപ്പിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ആ പറയുന്നത് അത് അദൃശ്യമണ്ഡലങ്ങളിൽ അത്ഭുതമായി തീർന്ന് ദൃശ്യമണ്ഡലത്തിൽ അത് പ്രത്യക്ഷപ്പെടും. അപ്പം അത്ര വലിയ വിഷയമായിട്ട് അതിനാ യേശുവിൻ്റെ നാമത്തിൻ്റെ പവർ അത്ര വലുതാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമം. യേശു തന്നെയാണ് ക്രിസ്തു. സംശയിക്കേണ്ട, മഹത്വത്തിൻ്റെ പ്രത്യാശ ആ ക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ യേശു തന്നെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ വാഗൊണ്ട് വിശ്വസിച്ച് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ കൃപാസനം മുൻപാകെ വരുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ഈ കർത്താവെ ഞങ്ങൾക്കായി തന്നിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിനായി സ്തോത്രം. അവിടെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തു എന്നുള്ള ആ വെളിപ്പാട്, അത് മുഖാന്തരം ഞങ്ങളിൽ തന്നിരിക്കുന്ന അധികാരത്തിനായി, ഞങ്ങൾ ഭൂമിയിൽ കെട്ടുമ്പോൾ അത് സ്വർഗത്തിൽ കെട്ടപ്പെടുന്നതിനായി, ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങളുടെ നാവുകൾ ഉപയോഗിക്കുമ്പോൾ ആ വിഷയങ്ങൾ അഴിയുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തിനായി സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നീയല്ലാതാശ്രയിപ്പാൻ ഭൂവിലാരുള്ളൂ. യേശുവേ എൻ നാഥനേ, യേശുവേ എൻ കർത്തനേ, നിന്നെപ്പോൽ സ്നേഹിതനായി വേറെ ആരുള്ളൂ. ഇനി എൻ്റെ ജീവിതം നിനക്കായി, ഇനിയുള്ള നാളുകൾ നിനക്കായി. യേശുവേ എൻ നാഥനേ.